പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് വിശുദ്ധായ സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഓശാന തിരുനാൾ കുരുത്തോലകളുടെ വച്ചരിപ്പ് ഈശോ ജെറുസലേം നഗരത്തിലേക്ക് ആദ്യത്തെ ഈശോയുടെ ആഘോഷമായിട്ടുള്ള ജെറുസലേം പ്രവേശനം. നിരവധി ആളുകള് ജയ് വിളിച്ചുകൊണ്ട്, കുട്ടികള് സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട്, ദാവീദിന്റെ പുത്രൻ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹിതൻ എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷത്തോടു കൂടി യേശുവിനെ ജെറുസലേം ദേവാലയത്തിലേക്ക് കഴുതയുടെ പുറത്തായിരിക്കുകയാണ്. ആ സംഭവം നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ്. ഈ ഹോശാന ആചരണം വഴിയായിട്ട് ഉദ്വാലകൾ സംഭവിച്ചുകൊണ്ട്, പ്രദർശനം നടത്തിക്കൊണ്ട്, ദേവാലയത്തിലേക്ക് ആഘോഷമായിട്ട് പ്രവേശിച്ചുകൊണ്ട് യേശുവിനെ ആഘോഷമായിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് പ്രവേശിച്ച ആ പുണ്യദിനത്തെ നമ്മൾ അനുസ്മരിക്കുന്ന സുദിനമാണിന്ന്. പെസഹ തിരുനാൾ 6 ദിവസം മുമ്പ് ആണ് യേശുവിന്റെ രാജകീയ പ്രവേശനം. പെസഹ തിരുനാള് വലിയ തിരുനാളാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം. ആ തിരുനാൾ ഒത്തിരി ആളുകൾ വരുമായിരുന്നു. ഒരു നേരത്തെ തന്നെ വരുമായിരുന്നു. അപ്പൊ ഒത്തിരി ആളുകൾ ഓശാന ദിവസവും ദേവാലയത്തിലും പരിസരത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജെറുസലേം ദേവാലയത്തിലേക്ക് ഗവർണർമാര് വരുമ്പോഴ് റോമൻ ചക്രവർത്തി പദ്ധതികളാണ്. റോമൻ ഗവർണർമാര് പിലാത്തോസും ഒക്കെ, അവരൊക്കെ ആഘോഷമായിട്ട് കുതിരപ്പുറത്ത് പടയാളികളുമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്ന രീതികളുണ്ട്. എന്നാൽ സമാധാന കാലഘട്ടത്തില് ദാവീദ് രാജാവും സോളനുമൊക്കെ കഴുതപ്പുറത്താണ് ദേവാലയത്തിലേക്ക് ആനയിക്കപ്പെട്ടത്. അപ്പോൾ കഴുതപ്പുറത്ത് രാജാക്കന്മാര് ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അവിടെ സാധാരണമായിരുന്നു. ഇത് സമാധാന കാലഘട്ടത്തിലാണ്. യുദ്ധകാലഘട്ടത്തിൽ കുതിരപ്പുറത്താണ് യാത്ര, പ്രവേശനമൊക്കെ. ഈ പെസഹ തിരുനാളിന് 20 ലക്ഷത്തോളം ജനങ്ങള് അവിടെ ഒന്നിച്ചു കൂടുമായിരുന്നുള്ളതാണ് ഏകദേശ കണക്ക്. 2 ലക്ഷത്തോളം ആടുകള് ദേവാലയത്തില് സമർപ്പിക്കപ്പെടുന്നു. ബലിയർപ്പിക്കാൻ കൊണ്ടുവരുന്നതാണ് ഈ ആടുകളൊക്കെ. അത് കുറ്റമില്ലാത്ത ആടുകളായിരിക്കണം. 3 ദിവസം മുമ്പ് തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദേവാലയത്തിലെ അധികൃതർ സർട്ടിഫിക്കറ്റ് ചെയ്ത ആടുകളെ മാത്രമേ ബലിയർപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പെസഹ തിരുനാളിനായിട്ട് വന്നിരുന്ന വലിയൊരു ജനസമൂഹം കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ എത്തി ടെന്റ് അടിച്ചുകൊണ്ട് താമസിച്ചിരുന്നു. അപ്പോൾ ജെറുസലേം ദേവാലയവും പരിസര പ്രദേശവും ഒക്കെ ജനനിബിഡമായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. BC 63 പെസഹായ്ക്ക് മുമ്പ് റോമൻ സൈന്യം 2000 യഹൂദന്മാരെ കുരിശിൽ തറച്ചു കൊന്നു. യേശുവിന് മുമ്പാണ്. യേശുവിന് മുമ്പ് BC 63 യഹൂദന്മാരെപ്പോഴും തങ്ങളുടെ ദൈവമായി യാഹ്വയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വേറൊരു ചക്രവർത്തിയെയോ രാജാവിനെയോ ഒന്നും അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. റോമൻ ചക്രവർത്തിയുടെ പ്രതിമ ജെറുസലേം ദേവാലയത്തിൽ സ്ഥാപിക്കാനായിട്ട് ഒരുപ്പെട്ടപ്പോൾ യഹൂദന്മാരെ എതിർത്തു. അയാൾക്ക് ദൈവമല്ലാതെ, യാഹ്വയല്ലാതെ വേറൊരു ദൈവമില്ല. രാജാവ് ചക്രവർത്തി മനുഷ്യനാണ്, മനുഷ്യനെ ആരാധിക്കാൻ പറ്റുകയില്ല എന്നങ്ങനെ കാലാകാലങ്ങളിൽ അവരുടെ ആരാധനയ്ക്കും ജീവിതത്തിനും വിശ്വാസത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ശക്തിയായിട്ട് പ്രതികരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കാലാകാലം ബഹളം ഉണ്ടാക്കുന്നവരെ കുരിശിൽ തടഞ്ഞു. അതാണ് 2000 യഹൂദന്മാരെ കുരിശിലേക്ക് കൊന്നു. AD 63 പെസഹ തിരുനാളിന് മുമ്പാണ്. ഒത്തിരി ആള് കൂടിയിരിക്കുന്ന സമയത്ത് ആണ് ഇത് സംഭവിച്ചത്. യേശുവിനെ സമാധാന രാജാവായിട്ട് കഴുതപ്പുറത്ത് ആനയിക്കുകയാണ്. വചനത്തിൽ പറയുന്നത് പോലെ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവിൻ, അവിടെ ഒരാടിനെയും കുട്ടിയെയും കാണും, നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ചോദിച്ചാല് യജമാനൻ അതിനെ ആവശ്യമുണ്ടെന്ന് പറയണം. അങ്ങനെ കഴുതയുടെ പുറത്ത് യേശു ആഘോഷത്തോടു കൂടി ഇരിപ്പുറപ്പിച്ചു.
സൈത്തിൻ കൊമ്പുകള് തിരുവീതികളില് കൊമ്പുകളും അവരുടെ മേൽവസ്ത്രങ്ങളും ഒക്കെ വിരിച്ചു. ഒലിവിന്റെ കൊമ്പുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ഉദ്ഘോഷിക്കുകയാണ്, ദാവീദിന്റെ പുത്രൻ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിതൻ എന്ന് പറഞ്ഞ ആഘോഷത്തോടു കൂടി എല്ലാം അവിടെ ഇരുന്ന കുട്ടികളും വലിയവരും എല്ലാ ആഘോഷത്തോടു കൂടി യേശുവിനെ എതിരേറ്റുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് ആനയിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. BC 142 മക്കേബൂസിനെ അന്ത്യോക്കസ് രാജാവ് യഹൂദന്മാർക്കെതിരായിട്ട് പീഡനങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ച വ്യക്തിയാണ്. അതിനെതിരെ യുദ്ധം ചെയ്ത് അവരുടെ അവകാശങ്ങളും ദേവാലയവും അവിടുത്തെ കർമ്മങ്ങളും ഒക്കെ നിലനിർത്താനായിട്ട് സഹായിച്ച വ്യക്തി. അതാണ് മക്കേബൂസ് സഹോദരന്മാരെന്ന് പറയുന്നത്. ആ മക്കേബൂസിന്റെ മക്കളും ഇവരെല്ലാവരുടെ കൂടിയാണ് അന്ന് യുദ്ധം ചെയ്ത് അവിടെ പഴയ ആചാരങ്ങൾ നിലനിർത്താനായിട്ട് സഹായിച്ചത്. അവരെ കുരുത്തോലകൾ വീശി മക്കേബൂസിനെയൊക്കെ BC 142 എതിരാളികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്ത മക്കേബൂസിനെ ആഘോഷത്തോടുകൂടി സ്വീകരിക്കുന്ന രംഗം ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. യേശുവിന്റെ മഹത്വപൂർണമായ കിരീടദാനമാണ് കുരിശുവർണ്ണത്തിലേക്ക് ഒരുക്കമായിട്ടാണ് ഹോശാന അനുസ്മരിക്കുന്നത്. മിശിഹ രാജ്യം സ്ഥാപിക്കുമെന്നുള്ള ചിന്ത ആളുകൾക്കുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ രാജാവാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യേശു പറയാണ്, എന്റെ രാജ്യം ഐഹികമല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് റോമൻ ചക്രവർത്തിമാരെ പോലെയോ റോമൻ ഗവർണർമാരെ പോലെ ഭൗതികമായ ഒരു അധികാരം യേശു ആഗ്രഹിച്ചില്ല, അതിനുവേണ്ടി നിലനിന്നില്ല എന്നുള്ള കാര്യം യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്റെ രാജ്യം ഐഹികമല്ല. മനുഷ്യവംശത്തെ പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും മോചിപ്പിക്കാനാണ് യേശു ലോകത്തിലേക്ക് ആഗതനായത് എന്ന് നമുക്കറിയാം. ഈ ജെറുസലം എന്ന് പറയുമ്പോൾ ശലോം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. ആ ജെറുസലം വന്നിരിക്കുന്നത് ആ ശലോമിൽ നിന്നാണ്. സമാധാനത്തിന്റെ നഗരമായിട്ടാണ് ജെറുസലം അറിയപ്പെടുന്നത്. എന്നാലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങള് അതുപോലെ അധിനിവേശനങ്ങളൊക്കെ നടന്നത് ജെറുസലമിലാണ്. ജെറുസലമിൽ AD 70 യഹൂദന്മാരെ എല്ലാം അവിടെ നിന്നും ആട്ടിപ്പായിച്ചു. ഒരൊറ്റ യഹൂദനും ജെറുസലത്ത് ജീവിക്കാൻ പറ്റുകയില്ലാത്ത വിധം ജെറുസലത്തിന്റെ ദേവാലയം തകർത്തു. അതിന്റെ കല്ലുകൾ പൊളിച്ചു കളഞ്ഞു, മതിലുകൾ കൂടെ എല്ലാം പൊളിച്ചു കളഞ്ഞു. അങ്ങനെ എല്ലാവരെയും നാട് കടത്തി. പിന്നീട് അവർക്കൊരു രാജ്യം കിട്ടുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് യഹൂദർക്കൊരു രാജ്യമുണ്ടാകുന്നത്. അതിന് മുമ്പ് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ 60 ലക്ഷം യഹൂദന്മാരെന്നതിന്റെ പേരിൽ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരെയും മാത്രമല്ല ബാക്കിയുള്ള ആളുകളെയും വിശ്വാസികളായിട്ടുള്ള ആളുകളെയും ഒക്കെ കൊന്നിട്ടുണ്ട്. ഹിറ്റ്ലറിന്റെ പട്ടാളത്തിന് പോകുന്ന ക്രിസ്ത്യാനികളെയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യഹൂദന്മാരെയാണ് അവരെ നാമാവശേഷമാക്കാൻ വേണ്ടിയിട്ടുള്ള പീഡനമുറകൾ അവിടെ അരങ്ങേറി. അതുകൊണ്ടാണ് ഒത്തിരി യഹൂദന്മാര് കൊല ചെയ്യപ്പെട്ടു. ഒത്തിരി ആളുകൾക്ക് സംരക്ഷണം നൽകി. സഭയുടെ സ്ഥാപനങ്ങളിൽ സംരക്ഷണം നൽകി. റോം ആക്രമിക്കാനായിട്ട് മാർപ്പാപ്പായെ തടവുകാരനാക്കാനായി ഹിറ്റ്ലർക്ക് പദ്ധതി ഉണ്ടായിരുന്നു. നടന്നില്ലെന്നോ മാത്രമേ ഉള്ളൂ. ഒരു സംശയം ഉണ്ടായിരുന്നുകൊണ്ട് വത്തിക്കാനിലെ രേഖകളെല്ലാം അവിടുത്തെ രേഖകൾക്കെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ഉണ്ടാക്കി അവിടെ നിന്നും ഹിറ്റ്ലർ ആക്രമിച്ചു കഴിഞ്ഞാൽ മാർപ്പാപ്പായെ പിടിച്ചുകൊണ്ട് പോകും, തടവിലാകും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു, എന്നുള്ള സാധ്യതയുണ്ടായിരുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കാൻ. അപ്പോൾ യേശു വന്നത് കർത്താവിന്റെ നാമത്തിലാണ്. അവിടുന്ന് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വിദ്യാളനാണ്, ദൈവത്തിന്റെ ഏകജാതനാണ്. അവസാന നാളിൽ നമ്മളെ വിധിക്കേണ്ട ആളാണ്. വലതുഭാഗത്തുള്ളവരാണ് രക്ഷിക്കപ്പെടുക. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ അനുധാവനം ചെയ്യലാണ്. യേശുവിന്റെ പഠനങ്ങള് വാക്കുകളനുസരിച്ച് ജീവിതം ക്രമീകരിക്കലാണ്.
യേശുവിന് വേണ്ടി ത്യാഗം ചെയ്യലാണ്. അതുകൊണ്ടാണ് കാലഘട്ടങ്ങളിൽ നിരവധി ആളുകൾ തങ്ങളുടെ ജീവനെ യേശുവിന് വേണ്ടിയിട്ട് കൊടുത്തത്. അതാണ് രക്തസാക്ഷികൾ. അങ്ങനെയുള്ളവരുടെ നീണ്ട നിര സഭയിലുണ്ട്. യേശു ദേവാലയത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ യേശു ജെറുസലേം ദേവാലയത്തിന് പല മണ്ഡപങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അത് വിശുദ്ധിയുടെ സ്ഥലമാണ്. അവിടെ പ്രധാന പുരോഹിതന് മാത്രമേ പോളീസ് എന്ന് പറയുന്നത്, അവിടെ പ്രധാന പുരോഹിതന് മാത്രമേ ധൂവാർപ്പണം നടത്താനായിട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. പിന്നെ വിശ്വാസികളുടെ സ്ഥലമുണ്ട്, സ്ത്രീകളുടെ മണ്ഡപമുണ്ട്, വിജാതികളുടെ സ്ഥലമുണ്ട്. ആ വിജാതികളുടെ സ്ഥലവും അതുപോലെ നാണയമാറ്റക്കാര്, അതുപോലെ ബലിയർപ്പണത്തിലുള്ള മൃഗങ്ങളുടെ വിൽപ്പന, അതൊക്കെ വിജാതികളുടെ മണ്ഡപത്തിലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കിന് മൊത്തം ബഹളമായിരുന്നു. കന്നുകാലി ചന്ത എന്ന് പറയുന്നത് പോലെ കന്നുകാലികളുടെ ക്രയവിക്രയം. ഇതിന്റെ കാരണം അവിടെ നിന്നും പുരോഹിതന്മാർ അടയാളപ്പെടുത്തിയ കളങ്കമില്ലാത്ത മൃഗത്തെ മാത്രമേ ബലിയർപ്പിക്കാനായിട്ട് പാടുള്ളൂ. ഒന്നിലവർ സർട്ടിഫിക്കറ്റ് ചെയ്തതിനെ വാങ്ങിക്കണം. അപ്പൊ അതിനുള്ള ക്രയവിക്രയങ്ങൾ അതിന് പണം മുടക്കണം. രണ്ടാമതായിട്ട് ദേവാലയത്തിലെ ട്രഷറിയിൽ പണം നിക്ഷേപിക്കണമെങ്കിൽ അത് ദേവാലയത്തിന്റെ യഹൂദന്മാരുടെ നാണയത്തിലെ പറ്റുകയുള്ളൂ. വിജാതി നാണയങ്ങളുടെ ചക്രവർത്തിമാരുടെ പണമുള്ളതാണ്. അങ്ങനെ റോമൻ ചക്രവർത്തിയുടെ പണമൊക്കെയുള്ള നാണയങ്ങൾ ദേവാലയത്തിന്റെ ട്രഷറിയിൽ നിക്ഷേപിക്കാനായിട്ട് പറ്റുകയില്ല. അതിന് നാണയമാറ്റക്കാരന് അതിന് കമ്മീഷനുണ്ട്. ഇങ്ങനെ ഒരു കച്ചവട സ്ഥലമാണ് കമ്മീഷനും വിൽപ്പനയും. അതുപോലെ ഈ ബലിയർപ്പിക്കാനുള്ള മൃഗത്തിന് സർട്ടിഫിക്കറ്റ് ചെയ്ത മൃഗത്തിന് ചിലപ്പോൾ ഇരട്ടി വിലയൊക്കെ ഈടാക്കിയിരുന്നു. ഇത് പ്രധാന പുരോഹിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെയുള്ള ലോബിയാണ് ഇതിനെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ യേശു ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞതാണ്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. എന്നാൽ ഇത് കള്ളന്മാരെ ഒരു ഗുഹയാക്കി തീർത്തു. ചാട്ടവാറുണ്ടാക്കി. യേശു അടിച്ചെന്ന് പറയുന്നില്ല, അവരെല്ലാം ആട്ടി പായിക്കുകയാണ്. നാണയമാറ്റക്കാരുടെ മേശയൊക്കെ മറിച്ചിട്ടു. ചാട്ടുവാറ് കൊണ്ട് അടിച്ച്, അതായത് ചാട്ടുവാറ് കണ്ടപ്പോൾ തന്നെ ആളുകൾ ഓടി മാറിക്കാണും. അങ്ങനെ അവിടെ ശുദ്ധീകരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധീകരണം ആവശ്യമുണ്ട്. നോയമ്പിന്റെ പ്രധാനപ്പെട്ട ആഴ്ചയാണ് വെള്ളിയാഴ്ച. ഈ ആഴ്ചയാണ് വെള്ളിയാഴ്ച എന്നറിയപ്പെടുന്നത്. കർത്താവിന്റെ പീഡാനുഭവ ആഴ്ചയാണ്. ഈ ആഴ്ചയിൽ നമുക്ക് വേണ്ടത് ഒന്ന് അനുരഞ്ജനമാണ്. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാരും യേശു പറയുന്നു, ഹൃദയത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. വിദ്വേഷം, പക, വെറുപ്പ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മളിൽ നിന്നും അകറ്റിക്കളയുക. അത് നമ്മുടെ ഹൃദയ സമാധാനത്തിന് ആവശ്യമാണ്. എന്തെങ്കിലും വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവുകയില്ല. പോലെ അസന്മാർഗികത, വിദ്വേഷം, വെറുപ്പ്, പക, അശുദ്ധി, ശത്രുത, പ്രതികാരം, ഇതിനെല്ലാം മാറ്റി ഈ വെള്ളിയാഴ്ചയിൽ യേശുവിന്റെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് നമ്മെ തന്നെ നവീകരിക്കുകയാണ്. യേശു പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാരെന്ന്. ഹൃദയശുദ്ധിയോടുകൂടി ഓശാന തിരുനാളില് ഇവിടെ പാട്ടുകാരെ ഓശാന ഗീതങ്ങൾ ആലപിക്കും. അതിനോട് ചേർന്ന് ഓശാന ഗീതങ്ങൾ പാടിക്കൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആചരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നമുക്ക്